യുഎയിലെ പല മേഖലകളിലും ഇന്ന് രാവിലെയൊക്കെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു. ദൂരക്കാഴ്ച പരിധിയെ നല്ലതായി ബാധിക്കുന്ന തരത്തിലുള്ള മൂടൽമഞ്ഞാണ്, ശക്തമായ മൂടൽമഞ്ഞാണ് പല മേഖലകളിലും അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ജാഗ്രതകൾ പാലിക്കണം എന്ന് സൂചിപ്പിക്കുന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിലും യുഎയിലെ പലയിടങ്ങളിലും കനത്ത മൂടൽമഞ്ഞിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റോഡുകളിലെ വേഗപരിധിയിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അബുദാബിയിൽ ഇന്ന് രാവിലെ വേഗപരിധിയൊക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം ഡ്രൈവർമാർ കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. ഈ ദിവസങ്ങളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നിപ്പോ തികച്ചും ലോക്കലിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്. വിശുദ്ധ റമദാൻ മാസപ്പിറവിക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ യുഎയിലെ മിക്ക എമിറേറ്റുകളിലും നമുക്കിപ്പോൾ കാണാൻ പറ്റും. സ്കൂളുകളും ഓഫീസുകളും അതുമായി ബന്ധപ്പെട്ട സമയക്രമങ്ങളൊക്കെ ഇപ്പൊ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിൽ ഈ റമദാൻ തുടങ്ങുന്ന സമയം മുതൽ ഈ സമയക്രമത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് തുറക്കുന്ന ഗ്ലോബൽ വില്ലേജ് ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 1-ന് അടയ്ക്കുന്ന തരത്തിലായിരിക്കും ഈ റമദാൻ മാസ കാലയളവിൽ പ്രവർത്തിക്കുക. ഇനി വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പുലർച്ചെ 2-നാണ് ഇത് അടയ്ക്കുക. ചൊവ്വാഴ്ച, അതായത് ഈ പൊതു അവധി ദിവസങ്ങൾ ഒഴികെയുള്ള ചൊവ്വാഴ്ചകളിൽ പ്രവേശനം സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. സമയക്രമത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല, കുടുംബങ്ങൾക്കും ആളുകൾക്കും ഒക്കെ ഒത്തുചേരാൻ വേണ്ടിയിട്ട് വിശുദ്ധ റമദാൻ കാലത്ത് ഒരുപാട് തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒത്തുകൂടാൻ മുൽത്തഖ ഗ്ലോബൽ വില്ലേജ് എന്ന പേരിൽ പ്രത്യേക ഓപ്പൺ എയർ ഇരിപ്പിടങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി കലാപരിപാടികൾ ഉണ്ടാവും. 30 പേരടങ്ങുന്ന ഓർക്കസ്ട്രയുടെ സംഗീത പരിപാടികൾ ഉണ്ടാവും. തനത് തനൂറ നൃത്തം, ഡ്രോൺ ഷോ എന്നിവ ഈ പ്രധാന വേദിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായെന്ന് അറിയിച്ചുകൊണ്ട് സൂര്യാസ്തമയ സമയത്ത് പരമ്പരാഗത പീരങ്കി മുഴക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഈ ഗ്ലോബൽ വില്ലേജിൽ 250-ലേറെ ഭക്ഷണശാലകളിൽ നോമ്പ് തുറക്കാനും അത്താഴത്തിനുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുന്നതടക്കമുള്ള ഒരുപാട് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഗ്ലോബൽ വില്ലേജ് റമദാൻ മാസ കാലയളവിലെ സമയക്രമം സംബന്ധിച്ച അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷാർജ എമിറേറ്റിലെ വീടുകൾക്ക് പുറത്ത് പ്രത്യേക പാർക്കിംഗ് സ്ഥലങ്ങൾ സജ്ജീകരിച്ച് കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ പല സ്വകാര്യ വ്യക്തികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഈ വീടിന് പുറത്ത് അവരവരുടെ പ്ലോട്ടുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് ഫെസിലിറ്റികൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വ്യാപകമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാവും. നിയമം ലംഘിച്ച് ഷെഡ് നിർമ്മിച്ചവരോട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭൂമിക്കടിയിൽ യൂട്ടിലിറ്റി നെറ്റ്വർക്കുകളുണ്ട്, ജല പൈപ്പ് ലൈനുകളുണ്ട്, വൈദ്യുതി കേബിളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കണം. പിന്നെ നഗര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കാനാണ് അനുവദനീയമായ നിയമാനുസൃതമായിട്ടുള്ള ഷെഡുകൾക്ക് അപ്പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി ഇപ്പോൾ കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അബുദാബിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ ഒരു പ്രവാസി മലയാളി മരിച്ച വാർത്ത കൂടി ഇന്ന് നമുക്ക് പങ്കുവെക്കാനുണ്ട്. കോലുളമ്പ് കൊരട്ടിയിൽ മുഹമ്മദിന്റെ മകൻ നാസർ എന്ന 42-കാരനാണ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞത്. ഈയിടെയാണ് അദ്ദേഹം അബുദാബിയിൽ എത്തിയത്. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്.